ഈ കോളേജിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആണ്. നമ്മളാ ഒരു വില്ലേജിൽ ആദ്യത്തെ ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ് ഇവള്. നമുക്കൊന്നും ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത റൂൾസ് ആയിരുന്നു. അവളെ ഫുഡ് വരെ അവർ ക്യാൻസൽ ചെയ്യാൻ തുടങ്ങി. ഫുഡ് കൊടുക്കാണ്ടായി. അവളെ റൂമിലോട്ട് പോയി വാതിലടച്ചു എന്നാ പറഞ്ഞു. വാതിലടച്ചതിന് ശേഷം ആമ്പിള്ളേരെ കാര്യം പറയാൻ ആരുമില്ല, എല്ലാവരും ഗേൾസിന്റെ കാര്യം പറയാ. പക്ഷെ ആമ്പിള്ളേരെ മെന്റൽ ടോർച്ചറും ആമ്പിള്ളേരെ മെന്റലി ഉള്ള പ്രശ്നങ്ങളും ആരെടുത്തും ഇങ്ങനെ ആരും പറയാറില്ല. അതിനെ പറ്റി മോനെ റാഗിങ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാസ്മെന്റ് ഉണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല. എന്ത് ചെയ്യും, നീ ആരോടെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും, ഓരോ ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. സീനിയേഴ്സ് പറഞ്ഞിട്ട് നീ ആണല്ല, ആമ്പിള്ളേർ ഇങ്ങനെയല്ല, നിനക്ക് കുറച്ചുകൂടി ട്രെയിനിങ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുപോയി. ഏകദേശം 29 മണിക്കൂറോളം അവൻ അവിടെ ഇരുത്തിയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ മെയിൻ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് സെക്ഷൽ ഹറാസ്മെന്റ് ഇൻ കോളേജസ് ആണ്. അപ്പോൾ അത് കുറേ ന്യൂസും കുറേ കേസസും നമ്മൾ കാണുന്നുണ്ട്. ഈ സെക്ഷൽ ഹറാസ്മെന്റ് കോളേജസിൽ ഭയങ്കര ഈ റാഗിങ്ങും ഇങ്ങനത്തെ കുറേ ഇത് കാരണം കൊണ്ട് കുറേ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നതും അങ്ങനെ ഈ റാഗിങ്ങിലൂടെ കുറേ ആൾക്കാർ മരണപ്പെടുന്നു. ഇപ്പോൾ കുറേ നമ്മൾ കേസസ് ഇപ്പോൾ ലാസ്റ്റ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഇതേപോലെ എല്ലാവരും കൂടിയും എന്താ പേര് ഞാൻ മറന്നു, അവൻ്റെ എന്തായിരുന്നു, ഷഹബാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി. ഇന്ന് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ഒരു ചൈതന്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയുണ്ട്. പത്തനംതിട്ടയാണ് അവളെ വീട്. 20 വയസ്സേ ഉള്ളൂ. അവൾ നഴ്സിംഗ് കോളേജ് മൻസൂർ ഹോസ്പിറ്റൽ, കാസർഗോഡ് മൻസൂർ ഹോസ്പിറ്റലുണ്ട്, അവിടെ പഠിക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവളൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റാണ് ഞാൻ പറയാൻ വിചാരിച്ചിട്ടുള്ളത് ഈ സെക്ഷൽ ഹറാസ്മെൻറ്റിൽ. അപ്പോൾ അതിൽ ഇവളെ വീട് എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ ഒരു സ്ഥലത്താണ്. അപ്പോൾ അവളെ ഒരു വില്ലേജിൽ ആദ്യത്തെ ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റാണ് ഇവള്. നഴ്സിംഗ് സ്റ്റുഡൻ്റായിട്ട് പോവുകയാണ് ഇവള്. അപ്പോൾ അവൾ നല്ല എക്സൈറ്റഡ് ആണ്. അവളെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുക, നല്ലൊരു ഗവൺമെൻറ് ജോലി നേടാം, അവരുടെ ഫാമിലി എല്ലാവരും വില്ലേജിൻ്റെ ഒരു ഹോപ്പായിരുന്നു അവൾ. അപ്പോൾ അങ്ങനെ അവൾ ഇതേപോലെ കോളേജസിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ മെയിൻ പ്രശ്നം വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വാർഡനാണ്. അവിടെ ഹോസ്റ്റലിൽ അവിടുത്തെ റൂൾസ് അവൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. നോർമലി ഒരു ഹോസ്റ്റലിൽ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ഒരു ടൈം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട്, ഓക്കെ നോർമൽ ബേസിക് റൂൾസ് ഇത്ര ടൈമിൽ നീക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഈ കോളേജിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് എന്ന് വെച്ചാൽ ഈവൻ ലൈക്ക് എന്താ പറയുക, നമുക്കൊന്നും ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത റൂൾസ് ആയിരുന്നു. ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആയിരുന്നു ഈ ഇതിലുണ്ടായിരുന്നത്. അങ്ങനെ ഇവളെ എന്ത് ചെയ്തു, ഇവളെ നല്ലൊരു മോളായത് കൊണ്ട് തന്നെ ഇവൾ കുറേ ജൂനിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യും, കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ, നമ്മളിങ്ങനെ വിചാരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ലൈക്ക്. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾ ഉയർന്നതോടെ അവൾക്ക് എന്തെയ്യുന്നു, അവളെ ഫുഡ് വരെ അവർ ക്യാൻസൽ ചെയ്യാൻ തുടങ്ങി. ഫുഡ് കൊടുക്കാണ്ടായി. അവൾ ഫുഡ് കൊടുക്കുന്നില്ല. കാരണം ആ ദേഷ്യത്തിൽ ആ വാർഡൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ സ്ട്രിക്റ്റ് മാത്രമല്ല, ഒരു എന്താ പറയുക, ഒരു മനുഷ്യത്തില്ല എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമായിരുന്നു. കണ്ണിച്ചുവരില്ല എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഫുഡ് കൊടുക്കാണ്ടായി. അങ്ങനെ അത്രയും അവൾ ബുദ്ധിമുട്ടാൻ തുടങ്ങി. ഭയങ്കര അങ്ങനെ ഒരു ദിവസം എക്സാക്ട് ഡേറ്റ് പറയാൻ December 7th 2024 ലാസ്റ്റ് ഇയറിൽ December 7th ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. എന്തൊരു വാക്ക് തർക്കമുണ്ടായി. അങ്ങനെ കുറേ പ്രശ്നം വന്നു. അപ്പോൾ അവളെ കുറേ ചീത്ത പറഞ്ഞു, അവൾ കുറേ മെൻ്റലി നല്ല ഹറാസ് ചെയ്തു. അങ്ങനെ മെൻ്റലി ഹറാസ് ചെയ്ത് അവളോട് വന്ന് നീ ഡിസപ്പോയിൻറ്റഡ് ആണ്, നീ തീരെ ക്യാരക്ടറില്ല, എനിക്കൊന്നും ക്യാരക്ടറില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ ഭയങ്കര പ്രശ്നങ്ങളായി. അവൾ തിരിച്ച് അവളെ റൂമിലോട്ട് പോയി വാതിലടച്ചു എന്നാണ് പറഞ്ഞത്. വാതിലടച്ചതിന് ശേഷം ഷീ അറ്റംപ്റ്റഡ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവർക്ക് ഡോറ് തുറക്കാൻ പറ്റി. അങ്ങനെ അവളെ വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അൺഫോർച്യുനേറ്റ്ലി ഷീ വെന്റ് ടു കോമ. അങ്ങനെ കോമയിലായിരുന്നു അവൾ. ഒരു 100 ദിവസം, 109 ദിവസം മോള് കോമയിലായിരുന്നു. അങ്ങനെ എന്താ പറയുക, വീട്ടുകാരൊക്കെ ഫുൾ ഹോപ്പ് പോയി. ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു എല്ലാവരും, ഭയങ്കര ടെൻഷൻ. എന്താണ് പ്രശ്നം എന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. ഈ ഒരു കോളേജസിൻ്റെ ഒരു എന്താ പറയുക ഹറാസ്മെൻറ്റ് കാരണം കൊണ്ടും അതേപോലെ തന്നെ ഈ ഒരു സ്ട്രെസ് കാരണം കൊണ്ടും ആൾക്കാർ ചെയ്യേണ്ടി വന്നു. ബട്ട് March 25th അങ്ങനെ എക്സാക്ട് ഡേറ്റിംഗ് കോർമല്ല, March 25th 2025 കോമയിൽ നിന്ന് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവളെ മരിച്ചു പോയത്. അപ്പോൾ ആ ഒരു സ്റ്റോറി ഭയങ്കര ഒരു എന്താ പറയുക റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. ഈ ഇയറിൽ നടന്ന ഇൻസിഡൻ്റ് ആണ്. ഇങ്ങനെ കോളേജസിലെ ഈ സ്ട്രിക്റ്റ് റൂൾസും അവർ ഈ ഒരു ഹറാസ്മെൻറ്റും എന്താ പറയുക അവളെ സെക്ഷലി ഹറാസ് ചെയ്തു എന്നാണ് പല റിപ്പോർട്ട്സും പറഞ്ഞിട്ടുള്ളത്. ഈവൻ ഈ ഗേൾസ് ഹോസ്റ്റലിൻ്റെ ഉള്ളിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഇങ്ങനെ ആലോചിച്ച് നോക്കണം, ഗേൾസ് ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ, പക്ഷേ ഇഷ്ടം പോലെ കേസസുകൾ ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് തന്നെ ഈ ഗേൾസ് ഹോസ്റ്റലിൽ ഈവൻ ബോയ്സ് ഹോസ്റ്റലിൽ വരെ കാണുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച കാര്യം, എപ്പോഴും പുതിയതായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. എപ്പോഴും വീട്ടുകാരൊരു പ്രതീക്ഷ എന്നുള്ളത് നമ്മളെ മക്കൾ തന്നെയാണ്. എത്രയാലും അങ്ങനെ തന്നെയാണ്.
അപ്പൊ അവര് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കിയിട്ട് മക്കളെ പഠിപ്പിക്കാൻ വിടാം. അപ്പൊ ചിലപ്പോ നമ്മുടെ നാട്ടിലായിരിക്കണമെന്നില്ല, ചിലപ്പോ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെ പൈസ ഒക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ വിടുന്ന മക്കളെ അവർക്ക് കണ്ണെത്തണം എന്നില്ല നോക്കാനായിട്ട്. നാട്ടിലൊക്കെ നമുക്ക് അന്വേഷിക്കാല്ലേ പോവാ, വീട്ടിൽ പോയി വരുന്നുണ്ട് നോക്കാം അവിടെ എന്താ നടക്കുന്നത്, എന്താ അവിടെ സംഭവിക്കുന്നത്, മോനെ എങ്ങനെയാണ്, മോനെ എവിടെയാണ്. ഇപ്പൊ മോനിപ്പോ ഒരു ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ മോനെ റാഗിങ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാസ്മെന്റ് ഉണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാല് പറയാ എന്താ ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ പറയുള്ളൂ. അത് അവർ ഓൾറെഡി ടീച്ച് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതാക്കും അതാക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചൊക്കെയാണ്. എന്ത് ചെയ്യും, നീ ആരോടെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു വെക്കും. അതേപോലെ തന്നെ ഈ റാഗിങ്ങും ഈ കോളേജ് പഠിക്കുമ്പോ ഒക്കെ ഉണ്ടാവില്ല, ഈ കുട്ടികളൊരു ചോരത്തിളപ്പില് ഓരോന്ന് പറയുന്നതാണ് ഈ റാഗിങ്ങും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ ഈവൻ ബോയ്സിന്റെ ഹോസ്റ്റലിൽ വരെ ഇപ്പൊ നമ്മള് കുറെ കേസസ് ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ഉണ്ടല്ലോ ബോയ്സിന്റെ ആരും അതിനെ പറ്റി എന്താ പറയാ, നമ്മള് തമാശക്ക് പറയും ആമ്പിള്ളേരെ കാര്യം പറയാൻ ആരുമില്ല, എല്ലാവരും ഗേൾസിന്റെ കാര്യം പറയാ. പക്ഷെ ആമ്പിള്ളേരെ മെന്റൽ ടോർച്ചറും ആമ്പിള്ളേരെ മെന്റലി ഉള്ള പ്രശ്നങ്ങളും ആരെടുത്തും ഇങ്ങനെ ആരും പറയാറില്ല അതിനെ പറ്റി. സത്യം. ഇപ്പൊ നമ്മളൊരു റേപ്പ് കേസസുകളാണെങ്കിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാര് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും എന്താ പറയുന്ന പ്രശ്നം ആൾക്കാർ സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മള് ആണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെക്ഷൽ ഹാരാസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാല് സംസാരിക്കാനൊന്നും ആൾക്കാരില്ല, ചർച്ച ചെയ്യാൻ ആൾക്കാരില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂസിലേക്ക് വന്നിട്ടുണ്ട്. ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും, ഓരോ ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അങ്ങനെ ഇത് പറഞ്ഞപ്പോഴൊരു ഒരു ഇൻസിഡന്റ് ഇതേപോലെ അത് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ. കാരണം വയനാട് നടന്നൊരു സംഭവമാണ്. വയനാട് 2024 തോന്നുന്നുണ്ട്, എനിക്ക് ഇയർ കറക്റ്റ് ഓർമ്മയില്ല. സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് സിദ്ധാർത്ഥ എന്ന പേര്, അവന് അവിടെ വെറ്റിനറി കോഴ്സ് പഠിക്കുക, അതായത് ഈ അനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് അത്. അപ്പൊ ഈ വെറ്റിനറി പഠിക്കാൻ പോയി സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണോ എന്ന് ആലോചിക്കണം, ജോയിൻ ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. ആ സ്റ്റുഡന്റിന് അവന് എന്താണ്, അവൻ കുറച്ച് ആൾക്കാരായിട്ട് അധികം കമ്പനിയാണ്, ഫ്രണ്ട്ലി ആണ്, നല്ലൊരു ക്യാരക്ടറോ ചെക്കനാണ്, അപ്പൊ നല്ല മോന്റെ പോലെ നടക്കുന്ന ചെക്കനാ. അപ്പൊ അവനെ ഈ സീനിയേഴ്സിന് അത് ഇഷ്ടമാവണില്ല. സീനിയേഴ്സ് പറഞ്ഞിട്ട് നീ ആണല്ല, ആമ്പിള്ളേർ ഇങ്ങനെയല്ല, നിനക്ക് കുറച്ചുകൂടി ട്രെയിനിങ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തു, ഇവനെ നൈസായിട്ട് അവരുടെ ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുപോയിട്ട് അവനെ ഏകദേശം 29 മണിക്കൂറോളം അവൻ അവിടെ ഇരുത്തിയവനെ ഹറാസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കും, എത്ര നേരമായിരിക്കും ആലോചിച്ച് നോക്കും. നമ്മൾ പ്രതീക്ഷിക്കണ പോലും ഇല്ല, അറ്റ്ലീസ്റ്റ് ആരും വിളിച്ചന്വേഷിക്കണില്ല, ഒക്കെ സീനിയേഴ്സ് പറഞ്ഞ് നടക്കല്ലേ. അപ്പൊ 29 മണിക്കൂറോളം അവനെ ഫിസിക്കലി മെന്റലി ഹറാസ് ചെയ്തിട്ടുണ്ട്. അവൻ ഒരുപാട് തല്ലിയിട്ടുണ്ട് അവന്റെ ചില ബോഡി പാർട്സ് ഒക്കെ നീര് വന്ന് വീർത്തേക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ എന്താ പറയാ ഫെബ്രുവരി 15 or 17 സംഭവിക്കേണ്ട ഡേറ്റ് 2024. അങ്ങനെ സംഭവിച്ചിരിക്കുമ്പോ അവൻ എന്ത് ചെയ്തു, ഈ ടൈം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് പറയാം, എന്താ റാൻഡമായിട്ട് സംസാരിക്കുക, അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയാം, എന്താ മോനെ സൗണ്ട് ഇങ്ങനെ മാറിയിരിക്കണേ. അമ്മ ചോദിക്കുമ്പോൾ അവൻ പറയാം, ഇല്ല അമ്മ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അമ്മയ്ക്ക് ഡൗട്ടായി, എന്നും കേൾക്കണ ഒരു സൗണ്ടിന്റെ ഒരു ചേഞ്ച് ഒന്നും നമുക്ക് ആർക്കായാലും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അമ്മ ചോദിച്ചിട്ട് അമ്മയ്ക്ക് ഡൗട്ട് അടിച്ചിട്ട് അമ്മ എന്ത് ചെയ്യാം, ഞാൻ വരാം അങ്ങോട്ട് വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും വരാന്നുള്ളത് അമ്മ ലേറ്റ് ചെയ്യത്തെ. അമ്മ 2 ദിവസം അധികം എക്സ്ട്രാ എടുത്തു തോന്നുന്നുണ്ട്. ആ ടൈമിൽ എന്ത് ചെയ്തു, ബാത്റൂമിൽ മെന്റലി എത്ര ടോർച്ചർ അനുഭവിച്ചിട്ടുണ്ടെന്ന് എത്ര ആലോചിക്കുക. ഇത് ഇവന്റെ ഒരു സ്റ്റോറി, ഇവൻ ഒറ്റ ഒരാളാണ്, ഇതേപോലെ എത്ര ആൾക്കാര് ഇത് അനുഭവിക്കുന്നുണ്ട് എന്നാണ് വല്ലാത്തൊരു സംഭവമാണ്. റാഗിങ് എന്ന് പറയുന്നത് എന്താ പറയാ, ഞാൻ പേഴ്സണലി നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് തീരെ ഒരു സപ്പോർട്ട് ചെയ്യാത്തൊരു സംഭവമാണ് ഈ റാഗിങ് എന്ന് പറയുന്നത്. അതിനൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുമില്ല, അതേപോലെ ഒന്നും ഞാൻ നിന്നിട്ടുമില്ല. ഒരിക്കലും ഒരാളെ വെച്ചാൽ നമ്മളെ എത്രത്തോളം അവരെ മൈൻഡില് എന്താ പറയാ നമ്മളെ ഹെയ്റ്റ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ നമ്മളെ പോലെ മെന്റലി സ്ട്രോങ് ആയി വരില്ല. ലൈക്ക് ഞാൻ മെന്റലി സ്ട്രോങ് ആണെന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മള് എന്താ പറയാ സൂയിസൈഡിലോട്ടൊന്നും പോയില്ല. അതൊക്കെ ലൈക്ക് ഓൾ താങ്ക്സ് ടു ഗോഡ്, പടച്ചോന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അതിനോട്ടൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. ബട്ട് സ്റ്റിൽ എല്ലാവരും ഇതേപോലെ മെന്റലി സ്ട്രോങ് ആയി വരില്ല. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ കിട്ടിയാൽ തന്നെ ഇതേപോലെ ഇവനൊക്കെ 29 മണിക്കൂറോളം ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം അവൻ മടുത്തിട്ടുണ്ടാവും ജീവിതം എന്നൊക്കെ. അപ്പൊ ഈ ഇവരെ മെയിൻ മൈൻഡിൽ ഈ റാഗിങ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര തമാശയാണ്. ലൈക്ക് സീനിയേഴ്സ് ഇത് ചെയ്തു, അതുകൊണ്ട് എന്റെ സീനിയേഴ്സ് എന്നെ ചെയ്തു, അതുകൊണ്ട് ഞാൻ എന്റെ ജൂനിയേഴ്സിനെ കൊടുക്കുക. എന്താ അതിന്റെ ഒരു സംഭവം എനിക്ക് മനസ്സിലാവണില്ല, എന്തിനാ അത് ചെയ്യുന്നത്, എന്താ അതിന്റെ ഒരു പേർപ്പസ് എനിക്ക് മനസ്സിലാവണില്ല. ഭയങ്കര ശരിക്കും നമ്മൾ അവരെ നോക്കിയല്ലേ, സത്യം ആലോചിച്ച് നോക്ക്. വീട്ടിൽ നിന്ന് മാറിക്കണ്, വേറെ സ്ഥലത്തോ എവിടെയോ പോയി പഠിക്കണ്, വീട്ടുകാരുടെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് മാറിക്കണ ചെക്കനായിരിക്കും ചിലപ്പോ. അവൻ ആരും ഇല്ല, ഒരു കമ്പനിയും ഇല്ല, ആരും കണക്ഷൻ ഇല്ല.
ആ ടൈമിൽ ആ പീക്ക് ടൈമിൽ ഇങ്ങനെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞാൽ വല്ലാത്തൊരു ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര ഒരു എന്താ പറയുക ബുദ്ധിമുട്ടാണ്. ഇഷ്ടം പോലെ കേസസുകൾ, ഇതിപ്പോൾ നമ്മൾ 2 കേസ് ഇപ്പോൾ പറഞ്ഞു എന്നുള്ളൂ, ബട്ട് തൗസൻഡ്സ് ഓഫ് കേസസ് നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ട്. ഓരോരോ കേസുകൾ ഈ റാഗിങ് കാരണം കൊണ്ടൊക്കെ. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു പണിഷ്മെന്റ് കിട്ടുന്നില്ല. ഇതിനൊക്കെ നമുക്ക് ശരിയാ അറിയാം ക്രിമിനൽ ഒഫൻസ് ആണെന്നൊക്കെ, ബട്ട് ആ കിട്ടേണ്ട പണിഷ്മെന്റ് ഒരു കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ആയി പോകുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, കിട്ടേണ്ട പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് നിർത്തും. അതേപോലെ ഇത് കണ്ടിന്യൂ ചെയ്യൂല ഇങ്ങനത്തെ ഒരു റാഗിങ് കോൺസെപ്റ്റ് ഒക്കെ. അപ്പോൾ എല്ലാവരും എന്താ പറയുക സ്ട്രോങ് ആയിട്ടിരിക്കുക. എനിക്കതാ പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങൾക്ക് റാഗിങ് കേസ് വരികയാണെങ്കിൽ നിങ്ങൾ പറയും, സീനിയേഴ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങളോട് പറയും, നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യും, ഈ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് എന്നെ ഇത് ചെയ്യും, എന്നെ ലൈക്ക് ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്യും. ബട്ട് യു ഹാവ് ടു ബി സ്ട്രോങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് യു ക്യാൻ കംപ്ലീറ്റ് ദ അതോറിറ്റീസ് ഓർ യു ക്യാൻ കംപ്ലീറ്റ് ടു ദ പോലീസ് ഓഫീസർ. കോപ്സിനെ കംപ്ലൈന്റ് ചെയ്യാം. കാരണം ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ട്. കുറെ ആൾക്കാരെ പേടിച്ചിട്ടാണ് ചെയ്യാത്തത്. ഇപ്പൊ അങ്ങനെ കുറെ കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു നിന്നെ കൊല്ലുന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി കംപ്ലൈന്റ് ചെയ്താൽ കൊന്നു കളയെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, അവനക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പേടിയായി. അതുകൊണ്ട് കംപ്ലൈന്റ് ആവാത്തത് കൊണ്ട് അവൻ സൂസൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു തേങ്ങ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ സീനിയേഴ്സ് ഒക്കെ ഡയലോഗ് അടിക്കുന്നവർക്ക് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല. ഈ കംപ്ലൈന്റ് എങ്ങാനും പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഡയലോഗ് അടിക്കുന്ന സീനിയേഴ്സ് നിങ്ങൾ കാലം വന്ന് വീഴും. അത്രേ ഉള്ളൂ. ഈ ഡയലോഗ് അടിക്കുന്ന സീനിയേഴ്സ് നിങ്ങൾ കാലം വന്ന് പോകും. അത്രേ ഉള്ളൂ സംഭവം. സോ ഈസിയാണ്. അപ്പോൾ യു ഹാവ് ടു ബി സ്ട്രോങ്. സൈലൻസ് ഒരിക്കലും നിങ്ങൾ പറയരുത്. യു ഹാവ് ടു ബി കറേജിയസ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് റൈറ്റ് ഉണ്ടല്ലോ സംസാരിക്കാൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ടോക്ക് ടു us. ഐ ക്യാൻ എന്താ പറയുക നിങ്ങളെ എക്സ്പീരിയൻസസ് ഒക്കെ എന്തെങ്കിലും യു ക്യാൻ ഷെയർ ഇൻ കമന്റ് സെക്ഷൻസ്. താങ്ക് യു.